ഈ നോയമ്പ് കാലത്ത് നമ്മൾ ക്രിസ്ത്യൻസ് സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യമാണ് നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം എന്നുള്ളത്. ശരിയാണ്, നമ്മളിതെല്ലാം ചെയ്യണം. എന്തിനാണെന്നില്ലേ? നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനർത്ഥം നമ്മൾക്ക് ട്രോമ തന്നവരെ വീണ്ടും നമ്മുടെ തീന്മേശയിലേക്കും ഹൃദയത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മൾ ഹീൽ ചെയ്ത ട്രോമ വീണ്ടും കുഴി തോണ്ടിയെടുക്കുന്ന പോലെയും അല്ലെങ്കിൽ ഉണങ്ങി വരുന്ന മുറിവിനെ വീണ്ടും മാന്തി പൊളിക്കുന്നതിന് തുല്യമാണ്. അപ്പം നമ്മൾ ഈ ട്രോമ ക്രിയേറ്റ് ചെയ്തവരെ ആക്സസ് കൊടുക്കാതെ നിർത്തുമ്പം അവരെ ചുറ്റിപ്പറ്റിയുള്ള ബന്ധുക്കളാകാം, സ്വന്തക്കാരാകാം, കൂട്ടുകാരാകാം, നമ്മളെ പ്രഷറൈസ് ചെയ്യും. അവരെ വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനും തീന്മേശയിലേക്ക് കൊണ്ടുവരാനും. പക്ഷേ നമ്മൾ അനുഭവിച്ച വേദനയും ട്രോമയും നമുക്കേ അറിയൂ. അതുകൊണ്ടാണ് നമ്മളവിടെ അവരെ മാറ്റി നിർത്തുന്നത്, അല്ലാതെ അവരോട് ക്ഷമിക്കാത്തത് കൊണ്ടല്ല. എനിക്ക് മനസ്സിലായത് പലരും സഹനവും ക്ഷമയും ബൗണ്ടറീസും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതായത് നമ്മളോട് തെറ്റ് ചെയ്തവരോട്, നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നവരോട്, നമ്മളെ വെറുക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കണം. പക്ഷേ വീണ്ടും അവർക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആക്സസ് കൊടുക്കാതിരിക്കുന്നതാണ് ബൗണ്ടറീസ്. അപ്പം ഇത് ക്ഷമിക്കാത്തത് കൊണ്ടല്ല നമ്മൾ ആക്സസ് കൊടുക്കാത്തത്, നമുക്ക് വീണ്ടും ഒരു തിക്ത അനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈ ഇൻ്റർചേഞ്ച് ചെയ്ത ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകുന്നത്. നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുമ്പോൾ ചില ആളുകളെങ്കിലും പറയും നമ്മൾ സെൽഫിഷ് ആണെന്ന്. ശരിയാണ്, നമ്മുടെ വേദനകൾ നമ്മൾ തന്നെയാണ് സഹിച്ചത്. നമ്മളെ ഒരാൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്തപ്പോൾ, നമ്മളെ ഒരാൾ വെറുത്തപ്പോൾ ആ വേദന നമ്മൾ തന്നെയാണ് സഹിച്ചത്. നമ്മൾ തനിച്ചാണ്. ആ ചിന്ത മറക്കരുത്. അപ്പം മാനസിക നില സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്, മറ്റുള്ളവരുടെ ആരുടെയല്ല. ഈ കാവടിയും വഞ്ചനയും ഒക്കെ നിറഞ്ഞ ലോകത്ത് നമുക്കൊന്ന് ചതി പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ഭയമാണ് അവരെ തിരിച്ചു എടുക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, ജീസസിനെ എല്ലാവർക്കും ഇഷ്ടമാണോ, അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാവരും അംഗീകരിക്കണമെന്ന് ഇഷ്ടപ്പെടണമെന്നും നമ്മളും വിചാരിക്കേണ്ട, നമ്മളും എല്ലാവരും അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും വേണ്ട. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. മെൻ്റൽ ഹെൽത്ത് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.